നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ റിലേഷൻഷിപ്പ് സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗരൻ. നമ്മുടെ എല്ലാ സീരീസും അവയർനെസ്സിനായിട്ടുള്ളതാണ്. നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം തോന്നുകയാണ്, നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്, പെയിൻസ് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സ്പെർട്ടിനെ കൺസൾട്ട് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. റിലേഷൻഷിപ്സ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ സ്ട്രക്ചർ തന്നെയാണ്. അപ്പോൾ ആ സ്ട്രക്ചർ ഏറ്റവും നല്ല രീതിയിലായാൽ മാത്രമേ ജീവിതം നല്ല രീതിയിൽ പോവുകയുള്ളൂ. അപ്പം ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ പലരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമുക്ക് ആ കണക്ഷൻ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്മുടെ ഇമോഷൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റിൻ്റെ, നമ്മുടെ ഈഗോ സ്റ്റേറ്റിൻ്റെ, നമ്മുടെ സെൽഫിൻ്റെ ഒരു ഉറപ്പും അതിൻ്റെ മെച്യൂരിറ്റിയും ഒക്കെ അനുസരിച്ച് അതിൻ്റെ ആ ഒരു സ്റ്റേറ്റ് അനുസരിച്ച് നമ്മുടെ ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസിന് വ്യത്യാസം കാണും. എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇവൻ എൻ്റെ ക്ലയൻസ് പോലും എന്നോട് ആവശ്യപ്പെട്ട കാര്യമാണ്, അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന്. ഇന്ന് ഞാൻ കോമൺ ആയിട്ട് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസിനെ പറ്റി പറയും. എന്നിട്ട് ഓരോ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസും നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് പിന്നെ അടുത്ത വീഡിയോസിൽ നമുക്ക് സംസാരിക്കാം. ഇന്ന് ഞാൻ ജനറൽ ആയിട്ട് ഞാനൊരു അറ്റാച്ച്മെൻറ്റ്സിനെ പറ്റിയും അതിൻ്റെ സ്റ്റൈലുകളെ പറ്റിയാണ് പറയുന്നത്. ഒരാളുടെ അറ്റാച്ച്മെൻറ്റ് വേറൊരാളുടെ അറ്റാച്ചിനേക്കാളും വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഓരോ വ്യക്തികളും ഓരോ റിലേഷൻഷിപ്പിലും പല ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള അറ്റാച്ച്മെൻറ്റ്സ് ആണ് വെക്കുന്നത്. ഒരാളോടുള്ള അറ്റാച്ച്മെൻ്റ് ആയിരിക്കില്ല വേറൊരാളോട്, അയാളെ പോലെയല്ല വേറൊരാളോട്. ഇപ്പോൾ പേരൻസും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഒരു വീട്ടിൽ 3 കുട്ടികളുണ്ടെങ്കിൽ ഈ 3 കുട്ടികളുടെയും പേരൻറ്റിനോടുള്ള അറ്റാച്ച്മെൻറ്റ് വ്യത്യാസത്തിലുള്ളതായിരിക്കും. അത് അവരുടെ ഒരു ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന ചില ഫാക്ടേഴ്സിൽ, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ അവരുടെ ഇമോഷണൽ റെഗുലേഷൻ്റെ ഭാഗമായിട്ട് അവരിലുണ്ടാകുന്ന ന്യൂറൽ പാത്വേ ഡെവലപ്മെൻറ്റ്, അവരുടെ സെൽഫ് കോൺഫിഡൻസ് അല്ലെ സെൽഫ് എസ്റ്റീം, സെൽഫ് വർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നമ്മൾ വേറൊരു വ്യക്തിയുമായിട്ടുണ്ടാകുന്ന ആ ഒരു കണക്ഷൻ എന്ന് പറയുന്ന ഇരിക്കുന്നത്. എപ്പോഴും കണക്ഷൻസ് ആർ വെരി ഹെൽത്തി. പക്ഷെ നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ഗിവ് എസ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. നമുക്ക് ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നമ്മളെ അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും അറ്റാച്ച്മെൻറ്റ്സിൽ. അപ്പം അതിനകത്ത് സാധാരണ നമ്മൾ പറയാറുള്ള ഒരു 4 അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് നമ്മൾ പറയും. അതിനകത്ത് മെയിനായിട്ട് വരുന്നത് നമ്മൾ അറ്റാച്ച്മെൻറ്റ് വേണോ വേണ്ടയോ, അധികം എനിക്ക് അടുക്കാൻ പറ്റത്തില്ല, എനിക്ക് അടുക്കാം, അങ്ങനെയുള്ള ഒരു സെക്യൂർ ഇൻസെക്യൂർ റിലേഷൻഷിപ്സ് ആണ് നമ്മൾ കാണുന്നത്. ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ്, ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ് എന്നുള്ളത്. സെക്യൂർ അറ്റാച്ച്മെൻറ്റ് എപ്പോഴും നമുക്കറിയാം, നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും ആ റിലേഷൻഷിപ്പിൽ. നമുക്ക് നല്ല ഇൻറ്റിമസിയൊക്കെ ഫോം ചെയ്യുന്ന പ്രശ്നമില്ല. നമ്മൾ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, മറ്റേ വ്യക്തിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും, അവിടെ ഡിഗ്നിറ്റി കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിക്ടിം അല്ലെങ്കിൽ അബ്യൂസർ അല്ലെങ്കിൽ ഹീറോ ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റോ സിറ്റുവേഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യും. അവനവൻ്റെ ഇമോഷൻസിനെ അവർക്ക് റെഗുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു സെക്യൂർ ആയിട്ട് എനിക്കൊരാളെ ട്രസ്റ്റ് ചെയ്യാം, ഒരാളെ റിലേ ചെയ്യാം. അപ്പം അവരുടെ ബൗണ്ടറീസിനെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് സെക്യൂർ റിലേഷൻഷിപ്പ്. ആ ഒരു റിലേഷൻഷിപ്പിലാണ് നമ്മളെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. അതൊക്കെ വളരെയേറെ സെൽഫിനെ നല്ല രീതിയിൽ അതിൻ്റെ കോറൊക്കെ ഡെവലപ്പ് ചെയ്ത്, മൈസെൽഫ് ഒക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത്, സെൽഫ് കോൺഫിഡൻസ് ഉള്ള അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് നല്ലതുപോലെ ഡെവലപ്പ് ചെയ്ത് മെച്യൂർ ആക്കി കൊണ്ടുവന്ന വ്യക്തികൾക്ക് പറ്റുന്നൊരു കാര്യമാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻസെക്യൂരിറ്റീസ് ഉള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ആണ്. അതിനകത്ത് വരുന്നത് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് നമ്മുടേതെങ്കിൽ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫിയർ ഓഫ് റിജക്ഷൻ വരും, ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ് വരും. നമ്മളിങ്ങനെ പല റിലേഷൻഷിപ്പിൽ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ലുക്ക്, ഐ എം ടോക്കിംഗ് അബൌട്ട് ഓവർ തിങ്കിങ് എന്ന് വെച്ചാൽ കുറേ നേരത്തേക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഇമോഷണലി ഫീൽ ചെയ്ത് അതിനകത്ത് നടക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ ചില റിലേഷൻഷിപ്പ് ചില ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് തിങ്ക് ചെയ്യുന്നത് സാധാരണമാണ്. പക്ഷേ ഇവിടെ നമ്മളിങ്ങനെ കുറച്ച് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ആ റിലേഷൻഷിപ്പിൽ നമുക്ക് ബീയിങ് അലോൺ ആയിരിക്കാനായിട്ട് നമുക്ക് പേടിയാവും. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മൾ ഒറ്റപ്പെട്ടു പോകാന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ നമ്മൾ ആരോടാണോ അറ്റാച്ച് ഇരിക്കുന്നത് അയാൾ വേറെ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും വേറൊരു
ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ജലസി വരും. അപ്പോൾ ഇതിനകത്ത് മോസ്റ്റ്ലി നമ്മൾ ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആയിരിക്കും നമ്മുടെ ഈ റിലേഷൻഷിപ്പിൽ. അപ്പം ഇത് എപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടും ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം, എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത്, അങ്ങനെ പ്രശ്നം ഉണ്ടാവും, അവിടെ വേറെ എന്തെങ്കിലും സംഭവിക്കും, അങ്ങനെയുള്ള രീതിയിൽ ഒരു ആങ്സൈറ്റി നമുക്ക് ഉണ്ടാകാനായിട്ട് വളരെ ചാൻസ് ഉണ്ട് ഈ ആൻഷ്യസ് റിലേഷൻഷിപ്സിൽ. അതുപോലെ തന്നെ ഈ ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള തന്നെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇതാണ് അവോയ്ഡൻ്റ് ആയിട്ടുള്ള. അതായത് അവോയ്ഡൻറ്റിൽ ഞാൻ ഡിസ്മിസീവ് ആകും. അതായത് എനിക്ക് ആ റിലേഷൻഷിപ്പിൽ ഞാനിങ്ങനെ അതിനെ ഇങ്ങനെ റിജക്റ്റ് ചെയ്യും. കൂടുതലും ഇൻറ്റിമസി എന്ന് പറയുന്നത് എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്ലോസ്നെസ് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ട് നമുക്ക് വരാൻ പറ്റത്തില്ല. ഒരു ഗ്യാപ്പ് ആ ക്ലോസ്നെസ്സിൽ നമ്മൾ എപ്പോഴും കാണിക്കും. എന്നിട്ട് നമുക്ക് എന്തോ അത് നമ്മുടെ ആ ഇൻഡിപെൻഡൻസിനെ ഹാം ചെയ്യുന്നു, എൻ്റെ ഓട്ടോണമി എന്തോ പ്രശ്നം വരുത്തുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെയാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഫീലിങ്സിനെ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കും. കാരണം അത് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു ഇമോഷണൽ കാര്യങ്ങളിലേക്ക് ഇതൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കതിനെ മാനേജ് ചെയ്യാനുള്ള നമ്മുടെ ഇൻകേപ്പബിലിറ്റി കൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടാവും. നമ്മൾ പല കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. നമ്മൾ കുറച്ചുകൂടി ഒന്ന് ക്ലോസ് ആയിരിക്കും. ആ റിലേഷൻഷിപ്പ് നമുക്ക് കോൾനെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഒരാളെ ട്രസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഈ അവോയ്ഡൻ്റ് ആയിട്ടുള്ള ഈ ഡിസ്മിസീവ് ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പിലുള്ളവർക്ക് അങ്ങനെ അവർക്ക് ഫീൽ ചെയ്യും. ഇനി അതുപോലെ തന്നെ അവോയ്ഡൻ്റ് എന്ന് നമുക്ക് പറയാം ഒരു ഡിസോർഗനൈസ്ഡ് ഫിയർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുണ്ട്. അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസോർഗനൈസ്ഡ് പേടിയാകുമ്പോൾ തന്നെ നമ്മളൊരു മിക്സ്ഡ് അപ്രോച്ചാണ് നമ്മൾ എപ്പോഴും കാണിക്കുന്നത്. നമുക്ക് ക്ലോസ് ആകണം എന്നുണ്ട്, പക്ഷെ ക്ലോസ് ആകുമ്പോൾ എനിക്കൊരു പേടി ഒന്ന് വിഡ്രോ, അപ്പോൾ ക്ലോസ് ആകും, വിഡ്രോ ചെയ്യും, ഒരുമാതിരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിക്കും. കാരണം നമുക്ക് തന്നെ നമ്മുടെ ഇമോഷണൽ റെഗുലേഷൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ഇമോഷൻസിൻ്റെ രീതി അനുസരിച്ച് നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഡിസോർഗനൈസ്ഡ് റിലേഷൻഷിപ്പ് വേയിലേക്ക് നമ്മൾ പോകും. ഇങ്ങനെയുള്ള ഒരു ഡിസോർഗനൈസ്ഡ് ആയിട്ട് ഫിയർഫുൾ ആയിട്ടുള്ള അവോയ്ഡൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ചില സമയത്ത് ഭയങ്കര ക്ലിങ്ങി ആയിട്ട് നമ്മളിങ്ങനെ റിലേഷൻഷിപ്പ് കാണും. ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റൻറ്റ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഡിസ്റ്റൻ്റ് ആകുന്നു എന്നുള്ള രീതിയിലേക്കും പോകാറുണ്ട്. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ കാണുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റൈലിൽ നമ്മളൊരു കാറ്റഗറൈസ് ചെയ്യുമ്പോൾ സെക്യൂർ നോൺ സെക്യൂർ ആയിട്ടാണ് റിലേഷൻഷിപ്പ് കാണുന്നത്. സെക്യൂർ റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞു വെരി ഗുഡ്. നോൺ സെക്യൂർ റിലേഷൻഷിപ്പ് ഇങ്ങനെ 3 കാറ്റഗറീസ് കാണുന്നത്. അതിനകത്ത് ചിലരൊക്കെ അവോയ്ഡൻ്റ് വരുമ്പോൾ അതിനോട് നാർസിസിസ്റ്റിക് ആയിട്ട് ചില സാമ്യതകൾ നമുക്ക് ഫീൽ ചെയ്യും. അതൊന്ന് ക്ലിയർ ആയിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ചില റിക്വസ്റ്റുകൾ വരാറുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ എലമെൻറ്റ്സിനെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോസ് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു 4 കാറ്റഗറിയെ മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും റീഡ് ചെയ്യാൻ പറ്റുകയാണ് അതിനെപ്പറ്റി റീഡ് ചെയ്യുക. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റൈലിലേക്ക് സെക്യൂർ റിലേഷൻഷിപ്പ് ഈസ് ഫൈൻ, നോ പ്രോബ്ലം. ഇൻസെക്യൂറിൽ ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾ പ്രോമിനൻ്റ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് വന്നാൽ അതാണ് നിങ്ങളുടെ ലൈഫിൽ സ്റ്റൈലായിട്ട് കൂടുതലായിട്ട് നിൽക്കുന്നതെങ്കിലേ പ്രശ്നമുള്ളൂ. പക്ഷെ പല റിലേഷൻഷിപ്പിൽ നമ്മൾ ഇതിൻ്റെ ഒരു ബ്ലെൻഡ്, ഒരു മിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അതിനകത്ത് നമ്മൾ അറിഞ്ഞാൽ മതി ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ എനിക്കിങ്ങനെ ഒരു ഇൻസെക്യൂർ ആയിട്ട് ഏതെങ്കിലും എലമെൻ്റ് ഉണ്ടോ എന്ന് ഞാൻ നോക്കിയാൽ ഞാൻ പലപ്പോഴും നമ്മൾ ഈ ഡിഫറെൻറ്റ് സ്റ്റൈൽസുകൾ നമ്മുടെ ലൈഫിൽ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് കുറച്ച് ഞാനൊന്ന് ആ ഒരു ഇൻസെക്യൂർ സ്റ്റൈലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി എന്നെ ഒന്ന് ബിൽഡ് ചെയ്ത് ആ റിലേഷൻഷിപ്പിനെ മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റുക എന്നുള്ളതാണ്. അല്ലാതെ ഇതൊരു വലിയ പ്രശ്നമായിട്ടെന്നുള്ള രീതിയിലല്ല. പിന്നെ നമുക്ക് പല ഇൻസെക്യൂരിറ്റീസും സെൽഫ് കോൺഫിഡൻസ് കുറവുള്ളവരൊക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല എനിക്ക് ഒറ്റയ്ക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പറ്റത്തില്ല, ഞാൻ ഡിപ്പെൻഡൻസിയിലിരിക്കുന്ന കോഡിപ്പെൻഡൻസിയിലിരിക്കുന്ന ഇവർക്കൊക്കെ ഇങ്ങനത്തെ പല സ്റ്റൈലുകളെ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മളിത് മിക്സ് ആയിട്ടാണ് ചെയ്യുക. പല റിലേഷൻഷിപ്പ് പല രീതിയിലാവുന്നത് കൊണ്ട്. പക്ഷെ ഇതിനകത്ത് ഏതെങ്കിലും ഇൻസെക്യൂർ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ടാർഗറ്റ് ഇറ്റ്, അതിനെ ഒന്ന് സോൾവ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ സ്റ്റൈലുകളെ പറ്റി അറിയുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് എല്ലാവർക്കും നല്ല മനോഹരമായി, ഹാപ്പിയായി, പീസ്ഫുള്ളായി, പ്രോഗ്രസീവായിട്ട് ജീവിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.